ഞാനൊരു പുതിയ സീരീസ് തുടങ്ങുന്നു. സീരീസിൻ്റെ പേര് ലേറ്റ് ഫോർ വർക്ക്. അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ തന്നെ ബൈക്കോ സൈക്കിളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒരു 10 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തിരിച്ച് വീട്ടിൽ വരണം. അത്രേ ഉള്ളൂ. ഇത് എത്ര ദിവസം ഇടവിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതെല്ലാം വർക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ വരെയാണെങ്കിലും പോസ്റ്റ് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡെസ്റ്റിനേഷൻ വെറ്റ്ലപ്പാറ ബ്രിഡ്ജാണ്. അതിനിടയ്ക്ക് ഒരു 1-2 സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് നോക്കണം. എനിവേ, നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. ദാ കാണുന്ന കവിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥലം. ഈ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കാം. ഞാനിപ്പോൾ സൈക്കിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നോക്കണം ഫോട്ടോ എന്തെങ്കിലും കിട്ടുന്നു. സൺറൈസ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പുറത്തായിരുന്നു. ഇന്ന് ആക്ച്വലി സൺ ഭയങ്കര വലുതായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്തായാലും ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഫോട്ടോ കിട്ടുമോ നോക്കട്ടെ. ഇത് ആക്ച്വലി ഇതിൻ്റെ തിരക്കേടില്ലാത്ത ആംഗിളാണ്. കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. കുറേ തവണ റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും കടന്നിട്ടില്ല. ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. അത് ആക്ച്വലി നല്ല രസമാണ് കാണാനായിട്ട്. അവിടെയും ഈ സൺറൈസിൻ്റെ സമയത്ത് അതാക്കണ്ടോ സൺ ഇവിടുത്തെ ഫോട്ടോ കേട്ടോ. ആവട്ടെ, വൈകിട്ടല്ലോ. പാമ്പുണ്ടാവാൻ ടീച്ചറാ. കൈ പെട്ടു അതിനിടയ്ക്ക്. ഇതെങ്കിലും ഒന്ന് പ്ലീസ്. സൈക്കിളും ക്യാമറയൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടുകാർ വളരെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ പേടിയില്ല. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ, കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് പോയിട്ട് തിരിച്ച് പോകും. എനിക്കാണെന്നുണ്ടെങ്കിൽ 10 മണിക്കുള്ളിൽ തിരിച്ച് ചെല്ലണം. എന്നാലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വിളിച്ച് പുറത്താക്കുന്നില്ല, ഇല്ലെങ്കിൽ ലേറ്റ് ആവും, പിന്നെ ഓവർ ഡ്യൂ ആവും ടാസ്കുകളൊക്കെ. അപ്പോൾ സാധാരണ ഈ സമയത്താണ് ഇറങ്ങാറ്. ഒരു 6 മണി 6:30 സമയത്തൊക്കെ ഇറങ്ങും. എന്നിട്ട് അതിരപ്പള്ളി വരെയാണ് പോകാറ്. എന്തായാലും മിക്കവാറും അവിടെ വരെ പോകുന്ന സമയം കിട്ടത്തില്ല, തിരിച്ച് വരേണ്ടി വരും. മറ്റേ വെറ്റ്ലപ്പാറ ബ്രിഡ്ജ് വരെ ചെന്നിട്ട് മിക്കവാറും തിരിച്ചു വരും. അപ്പോൾ അതിരപ്പള്ളി വരെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 50 കിലോമീറ്റർ കിട്ടും. പിന്നെ വെറ്റ്ലപ്പാറ വരെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 15 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്, വെറ്റ്ലപ്പാറ ബ്രിഡ്ജിൻ്റെ അവിടെ. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കൊരു 30 കിലോമീറ്റർ കിട്ടും. ഓക്കെ, അങ്ങോട്ട് ഇനി അധികം പോകണ്ട, കുറച്ചും കൂടി പോകാനുണ്ടല്ലോ നമുക്ക്. അപ്പം തന്നെ തിരിച്ചു പോകണം. ഓക്കെ, ക്യാമറ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. ഒരു ചെറിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇത് ലൈക്ക് വലിയ ഇതൊന്നും പറയില്ല, എന്നാലും ഓക്കെ. സ്ട്രാവിൽ അപ്ലോഡ് ചെയ്യാനായി നോക്കട്ടെ. ഇതൊന്നും വലിയ രസമില്ല. അങ്ങനെ തിരിച്ചെത്തി. സൈക്കിളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്തായാലും വെറ്റ്ലപ്പാറയ്ക്ക് പോകും. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്.
ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന സമയത്തൊക്കെ ആ മരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ രാവിലെ ഏകദേശം ഈ സമയത്ത് തന്നെ ലൈറ്റ് ഇങ്ങനെ വീണിട്ടെ റോഡ് മൊത്തം കാണാൻ നല്ല രസമാണ്. ഇവിടെ ആക്ച്വലി ഈ അടുത്ത കാലത്ത് ഒരു നല്ല കാര്യമായിരുന്നു. ഈ റോഡ് ഇവർ നന്നാക്കി. വർഷങ്ങളായിട്ട് ഇവിടെ തല്ലിപ്പൊളിഞ്ഞ് കിടന്ന റോഡാണ് ഇതൊക്കെ. അത് ഇവർ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നന്നാക്കിയിട്ടില്ല. അത് വളരെ നല്ല കാര്യമായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി പോകാൻ മറ്റേ റൂട്ടിനേക്കാളും ഏറ്റവും ഇഷ്ടം ഈ റൂട്ടാണ്. ഈ മരം വീണെടുക്കണ്ടല്ലോ അവിടെ. കറണ്ട് അടിച്ചു, കറണ്ട് കമ്പി വീണു. ഈശ്വര, ഇതിൻ്റെ അടുത്തൊന്ന് നോക്കാം, കടക്കാൻ പറ്റുന്നുണ്ട് സൈഡിൽ കൂടെ. കറണ്ട് കമ്പി ഇല്ല, നിലത്ത് വീണിട്ടില്ല, പക്ഷെ അതുമ്പോൾ ടച്ച് ചെയ്താൽ കിടക്കുന്നു. അവർ ഓഫ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. പതുക്കെ സൂക്ഷിച്ച് പോകാം, ഇറങ്ങിപ്പോകാം നല്ലത്. ഓക്കെ, കുറച്ച് ഡേഞ്ചറാണ്, ഒന്നും തൊടുന്നില്ല. കണ്ടില്ലല്ലേ? ഓക്കെ ഓക്കെ, കണ്ടില്ല. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു തന്നു. ഈ വഴി ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന കാരണം കൊണ്ട് ഇതിവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാറ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും കുടിഞ്ഞ് വരും അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന വഴിയായിരുന്നു. അവരിപ്പോൾ അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷൻ എത്താറായി. ഇവിടെ അടുത്തുള്ളൊരു പുഴയാണത്. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ കുരിശുമല കയറുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് മുഖമൊക്കെ ഒരിക്കൽ തിരിച്ച് വേറെ പതിവ്. എന്തായാലും അവിടെയൊക്കെ ഒന്ന് ചെന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എത്തിപ്പോയി. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫുള്ളും വെള്ളമാവാറ പതിവ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം വരണ്ടെടുക്കുക. സൈക്കിൾ ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അവിടെ ഞാൻ ഇതുവരും പോയിട്ടില്ല. അവിടെ ചെന്നിട്ട് അവിടെ അപ്പുറത്ത് എന്താ സംഭവം നോക്കാം. എല്ലാ ഫോട്ടോസും കിട്ടുമോ നോക്കാം. ഞാൻ ആക്ച്വലി ഈ ഫ്രെയിം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യണം ആദ്യം. നന്നായി, ലെൻസ് കാർഡ് വെള്ളത്തിൽ വീണു. ഷൂ ഇവിടെ ഊരിടേണ്ടി വരും മിക്കവാറും, അല്ലെങ്കിൽ ഷൂ നനയും. നല്ല ഒഴുക്കലുണ്ട് ഇവിടെ. അടിപൊളി. എൻ്റെ അമ്മച്ചി, വാവ് ഗൈസ്, പാവം എട്ടുകാലി അവിടെ വലിയ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവനെ ശല്യപ്പെടുത്താതെ ഇപ്പുറത്തോടെ പോകാം. ഓക്കെ, നൈസ്. ഇത് ആക്ച്വലി നല്ല ഡ്രസ്സുണ്ട് കാണാൻ. ഫോട്ടോ
3x no angle. എന്തായാലും ഈ ഏരിയയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകേണ്ടി വരും. ഇന്ന് മറ്റേ സ്ഥലത്ത് രണ്ടാമത്തെ സ്ഥലത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സമയമില്ല. ഇപ്പം തന്നെ ഓൾറെഡി 8 മണിയായി. ഇത് കൊള്ളാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങോട്ടെന്തോ വഴിയുണ്ട്. ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വല്ല പാമ്പും ചെമ്പങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കടി വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ വരെ ഒന്ന് പോയിട്ടില്ല. ഓക്കെ, അടിപൊളി. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ബാഗ് സാധനങ്ങളൊക്കെ അപ്പുറത്ത് വെച്ചേക്കാം. ഞാൻ പോകണം. ക്യാമറ ഓക്കെ, ഫോട്ടോ 3x 1.6. അവിടെ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുന്നതോ. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പോയി. അയ്യോ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ പറഞ്ഞേ. സ്റ്റാർട്ട്. ഓക്കെ, പിന്നെ പോ. എന്തോ ആവശ്യമില്ലാത്ത സൗണ്ടുകളൊക്കെ എഴുതുന്നിട്ടല്ല, എന്നിട്ടാണോ എന്തോ. ആക്ച്വലി ഇപ്പോൾ രണ്ടാമത് നമ്മൾ അങ്ങോട്ട് പോയ സ്ഥലമില്ലേ, അങ്ങോട്ട് ഒരു ദിവസം കൂടെ മറ്റേ ക്യാമറ എടുത്തിട്ട് വരണം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഒന്ന് ലൈറ്റ് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വെറ്റിലപ്പാറ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് ഷാജി ഏട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ചായക്കടയുണ്ട്. ഞാൻ സാധാരണ അതിരപ്പള്ളിക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ഒരു ചായ കുടിച്ചിട്ടാണ് പോവാറ്. അല്ലെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് കയറി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരും. അതാണ് പതിവ്. അപ്പോൾ ഇന്നും പതിവ് തിരിച്ചിരിക്കണ്ട, അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് നേരെ തിരിച്ചു വരും. സമയം ഇപ്പോൾ 8:17 എനിക്കൊരു 15 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് തിരിച്ചിറങ്ങണം. കാരണം 1 മണിക്കൂർ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പോവേ ഉള്ളൂ. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് പിന്നെ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഫ്രഷൊക്കെ ലോഗിൻ ചെയ്യണം വർക്കിന്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രാവയിലെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കുള്ളത് ഇന്നത്തെ നമ്മുടെ റൈഡ്. ഇനി അടുത്ത റൈഡ് വരുന്ന സമയത്ത് വേറെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഇതാണ് ഷാജിപ്പാപ്പൻ്റെ തട്ടുകട. ഓക്കെ, കാപ്പില്ലേ? हाँ എത്ര എത്ര 10
താങ്ക്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. @thatdudeonbike. പിന്നെ ഇന്ന് പിടിച്ച സ്ട്രാവയുടെ സ്ക്രീൻഷോട്ട്. ഇന്നത്തെ റൈഡ് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അടുത്ത വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ.